ഹലോ ഹലോ. ശരത്തേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ അശ്വിനാണേ. പറഞ്ഞോ മോനെ. ചേട്ടാ, ഇന്ന് ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്യാമ്പസൊക്കെ വന്നിട്ടൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, വന്നോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും ഒരു 1 hour ഞാൻ അവിടെ വരട്ടെ. ഓക്കെ. ചേട്ടൻ ഉണ്ടാവോ? അതെ, ക്യാമ്പസിന്റെ ഗേറ്റ് നമ്പർ 1 എത്തിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ചേട്ടാ. ഓക്കെ, ഞാൻ എന്തായാലും വന്നിട്ട് വിളിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, റൈറ്റ്. അശ്വിൻ എവിടെ എത്തി? ചേട്ടാ, ഞാനിവിടെ ആചാര്യ ഗേറ്റ് നമ്പർ 1 വന്നിട്ടുണ്ട്. ഗേറ്റ് നമ്പർ 1. ഓക്കെ. എങ്ങോട്ടാണ് വരാണ്ട ഇനി? നേരെ അകത്ത് കയറിയിട്ട് സെക്കൻഡ് ലെഫ്റ്റ് എടുക്കുക. നമ്മുടെ കോളേജിനുള്ളിലൊരു കഫേ ഉണ്ട്, ഓയാന്ന് പറഞ്ഞിട്ട്. വരുന്ന വഴിക്ക് ഏത് സ്റ്റുഡൻറ്റിനോട് വെച്ചാലും പറഞ്ഞുതരും. ഞാനിവിടെ ഇരിപ്പുണ്ട്, വന്നാൽ മതി കേട്ടോ. ശരി, ഓക്കെ, റൈറ്റ്. എക്സ്ക്യൂസ് മീ. മെയിൻലി ക്യാമ്പസിനെ പറ്റി ആൾക്കാരുടെ ബാഡെന്ന് പറഞ്ഞാൽ ഒന്ന് ഔട്ടർ എന്നുള്ളത് മാത്രമാണ് മെയിനായിട്ടുള്ള കാര്യം. വേറെ വലുതായിട്ടൊന്നും ഔട്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ക്യാമ്പസ് സിറ്റിയുടെ സെൻറ്ററിൽ കൊണ്ടൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാ വലിയ ക്യാമ്പസുകൾ നോക്കി കഴിഞ്ഞാലും കുറച്ച് മാറിയിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇതാണ് നല്ലത്, കാരണം ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികൾക്കെന്ന് പറയുമ്പോഴത്തേക്കും അക്കോമഡേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും ഹോട്ടലിലെ ഫുഡൊക്കെ ആണെങ്കിലും കുറച്ച് ചീപ്പായിട്ട് കിട്ടും. സിറ്റിക്ക് അത് ചിലപ്പോൾ അത്രയും നല്ല രീതിയിൽ കിട്ടത്തില്ലല്ലോ. ഇത് സ്റ്റുഡൻ്റ് ഉണ്ടോ? സ്റ്റുഡൻ്റ് ഉണ്ട്. ഹായ്, അശ്വിൻ. ശരത്, ക്യാമ്പസ് മാൻ. യെസ്. ഓക്കെ. ചായ കുടിക്കുന്നോ? ഇല്ല ചേട്ടാ, ഞാൻ കുടിച്ചിട്ട് വന്നു. കുടിച്ചാ? ഓക്കെ. അപ്പം നമുക്ക് ക്യാമ്പസ് ടൂറിന് പോയാലോ? പോയി കണ്ടിട്ടോ. അഭിനയ, അപ്പം ഞാനൊന്ന് ഇവനൊന്ന് ക്യാമ്പസൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാം. ശരിയേട്ടാ. ഓക്കെ. അശ്വിനെ, ഇതാണ് നമ്മുടെ കോളേജിൻ്റെ അഡ്മിഷൻ ഓഫീസ്. ഓക്കെ. ഈ ഒരു ബിൽഡിംഗ് ഇതിന് മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. കണ്ടിട്ടില്ല? നമ്മുടെ KGF മൂവി കണ്ടിട്ടുണ്ടോ? KGF മൂവിയിലെ ആദ്യത്തെ ഒരു ഷോട്ടിൽ ആ പ്രസ്സിലോട്ട് പോകുന്ന ആ ഒരു സ്പോട്ടാണ് ശരിക്കും. ആ ഒരു KGF മൂവിയുടെ ആ ഒരു ഇൻട്രോ സെക്ഷനൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. നൈസ്. യെസ്, അതാണ്. സോ അതാണ് നമ്മുടെ അഡ്മിഷൻ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്മിഷൻ ഓഫീസിലാണ് നമ്മുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എന്ത് അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഓഫീസിലാണ് വരേണ്ടത്. ഓക്കെ. ഫീസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ പ്രൊസീജിയറെ കുറിച്ച് എന്തുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഓഫീസിലാണ് വരേണ്ടത്. ഓക്കെ. സോ ഇതൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസ് ചെയ്യുന്ന പ്രോജക്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. ഓക്കെ, നമുക്ക് മൊത്തം ക്യാമ്പസ് പോയി ഒന്ന് കംപ്ലീറ്റ്ലി വിസിറ്റ് ചെയ്യാൻ. ഓക്കെ. എന്നിട്ട് നമുക്ക് വരാം. അശ്വിനെ, നമ്മുടെ ഈ ഒരു സ്റ്റുഡൻറ്റ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസിൻ്റെ ലൈബ്രറിയാണ്. എന്നാൽ ഒരിക്കലും സ്റ്റുഡൻസ് ഒന്നും പോവാത്തൊരു സ്ഥലമാണ് ലൈബ്രറി. സത്യം. ഓക്കെ. അപ്പോൾ എന്തായാലും ആസ് എ സ്റ്റുഡൻറ്റ് നീ കണ്ടിരിക്കേണ്ട ഈ ഒരു ക്യാമ്പസിൻ്റെ ലൈബ്രറി എന്ന് പറയുന്നത് നീ കണ്ടിരിക്കേണ്ടതാണ്. നമുക്ക് ആദ്യം ലൈബ്രറിയിലോട്ട് പോകാം. അതുകൊണ്ട് ഓക്കെ, നമ്മൾ ലൈബ്രറി വരുന്ന സമയത്ത് നമ്മുടെ ബാഗ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടാണ് കേട്ടോ അകത്തോട്ട് കയറേണ്ടത്. ഓക്കെ. പിന്നെ ഇവിടെ നമ്മുടെ ID കാർഡിൻ്റെ സ്കാനറുണ്ട്. നമ്മുടെ ID കാർഡിൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് നമ്മളപ്പോൾ എൻ്റർ ആവും. അതിനുശേഷം നമുക്ക് താഴെ പോയി ബുക്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അടിപൊളി. യെസ്. എങ്ങനെയുണ്ട് ലൈബ്രറി? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളിയായിരുത്തടാ, സത്യം പറയാലോ. അടിപൊളിയുണ്ട്. ഇഷ്ടമായി ലൈബ്രറിയൊക്കെ. അത് നമ്മളകത്ത് കയറുമ്പോൾ തന്നെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ അല്ലേ, ഒരു ബുക്ക് വായിക്കാനുള്ള മൂടൊക്കെ എന്തായാലും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം അത് തന്നെ കൊണ്ട് കാണിച്ചതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ വന്ന് നന്നായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിനക്ക് ഏത് സമയത്ത് അവിടെ പോയിരിക്കാം, വായിക്കാം, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റി ഈ കോളേജിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു 10 മണി വരെ നിനക്ക് അവിടെ ഇരുന്ന് വായിക്കാൻ പറ്റും. 10 മണി വരെ അല്ലേ? അതെ, 10 മണി വരെ നിനക്ക് അവിടെ ബുക്സ് ഇരുന്ന് വായിക്കാം. എല്ലാ ബുക്സും ഉണ്ട്, ഒരുപാട് ബുക്സിൻ്റെ കളക്ഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബുക്കുകളും അവിടെ നിന്ന് എടുത്ത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. ഓക്കെ, നൈസ്. ഇത് കുറേ ഉണ്ടല്ലോ ചേർത്തേട്ടാ നടന്നാടാട്ട്. ഇതെല്ലാം കൂടെ ഒരു 120 ഏക്കർ ക്യാമ്പസ് ഉണ്ട് മൊത്തത്തിൽ. നീ ബാ ഇരിക്ക്. നമ്മുടെ ഈ ബാക്കി കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ ക്യാമ്പസ്. ഓക്കെ. ഓക്കെ,
ഇതുപോലെ തന്നെ നമുക്ക് ഈ ക്യാമ്പസിനകത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അലൈഡ് ഹെൽത്ത് സയൻസിന്റെ കോളേജ് ഉണ്ട്, മാനേജ്മെന്റ് കോളേജ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡിപ്ലോമ കോഴ്സുകളുടെ കോളേജ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ ക്യാമ്പസിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത്രയും സ്റ്റുഡൻസ് ഒരുമിച്ച് പഠിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് ആചാര്യ കോളേജ്. ഓക്കെ, ഇത്രയും കോളേജസ് ഈ ഒരു ഒറ്റ ക്യാമ്പസിനകത്ത്? അതെ, എല്ലാ ക്യാമ്പസും കൂടെ ചേർന്ന് സിംഗിൾ ഒരു കോമ്പോസിറ്റ് ക്യാമ്പസ് ആണ്. നമ്മൾ ബാംഗ്ലൂരിലെ ലാർജസ്റ്റ് കോമ്പോസിറ്റ് ക്യാമ്പസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ആചാര്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്യാമ്പസ് ആണ്. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ റൈറ്റ് എടുത്താണ് നമ്മുടെ അലൈഡ് ഹെൽത്ത് സയൻസിന്റെ ക്യാമ്പസ് ഒക്കെ വരുന്നത്. സോ അതുകൊണ്ട് മൊത്തത്തിൽ നല്ലൊരു അടിപൊളി ക്യാമ്പസ് ആണ്, മനസ്സിലായോ? അതിനകത്ത് പഠിക്കാനാണെങ്കിൽ എല്ലാ പിള്ളേരും, എല്ലാ സ്റ്റേറ്റിലെ പിള്ളേരും ഉണ്ട്. നല്ല മിക്സ്ഡ് എക്സ്പോഷറാണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഗ്രോ ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് ഈ കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അതിൽ ഇവിടെ തന്നെ നമ്മുടെ ഗേറ്റ് നമ്പർ 2, നീ ഫ്രണ്ടിൽ കയറിയില്ലേ, ആ വന്ന സമയത്തുള്ള ഗേറ്റ് നമ്പർ 2 ഇവിടെയാണ് വന്നത്. പിന്നെ നമ്മുടെ സെറോക്സ് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മുടെ അലൈഡിൻ്റെ ഫാർമസിയുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നത്. കംപ്ലീറ്റ് ഒരു ഗ്രീൻ ആംബിയൻസ് ആണ്, കണ്ടോ? മൊത്തത്തിൽ നോക്കിയേ, ഭയങ്കര രസമാണ്. മരങ്ങളെല്ലാം അടിപൊളിയാണ്, ഫുൾ ഒരു ഗ്രീൻ ആംബിയൻസ്. ഇവിടെ എന്തിനാണെന്നറിയാം ഇവിടെ ഇത്രയും ട്രീസും പ്ലാന്റ്സ് ഒക്കെ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണത്? നമ്മുടെ ക്യാമ്പസിനകത്ത് ഇത്രയും സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ നമുക്ക് അത്രയും ഓക്സിജൻ സപ്ലൈ ചെയ്യും, നല്ല ഫ്രഷ്നെസ്സും ഉണ്ടാവും, മനസ്സിലായോ? നമ്മുടെ അലൈഡ് ഹെൽത്ത് സയൻസ് ഇല്ലേ, അലൈഡ് ഹെൽത്ത് സയൻസിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട്, മനസ്സിലായി? ഇപ്പൊ ഇവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ വന്നിരുന്ന് ചില സമയത്തൊക്കെ ഇതിനിടയിലൊക്കെ വന്നിരിക്കാറുണ്ട് അവര്, അതായത് ലെഷർ ടൈം സംസാരിക്കാനും പഠിക്കാനും അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരത്തേട്ടാ, ഈ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് റീൽസിലൊക്കെ കുറേ. ശരിയാ, ഇവിടുത്തെ നമ്മുടെ ആചാര്യയുടെ പേജിലൊക്കെ മെയിൻലി ഹൈലൈറ്റ് കുറേ ഷൂട്ടുകളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയാണ് നമ്മുടെ അലൈഡ് ഹെൽത്ത് സയൻസിലെ, അതായത് ഈ പാരാമെഡിക്കൽ കോഴ്സുകളെല്ലാം വരുന്ന ഈ ഒരു സൈഡ് ക്യാമ്പസിലാണ്. അതുപോലെ ഇത് നമ്മുടെ ഫാർമസി കോളേജാണ്. ഓക്കെ ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മെഡിക്കൽ ഓറിയന്റഡ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ മെഡിക്കൽ കോഴ്സുകളെല്ലാം ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിൽ ഒരു ചെറിയ കഫേ ഉണ്ട്, അത് നല്ല രസമാണ്, ഓപ്പൺ കഫേ. നമ്മൾ അവിടെ ഓയ കണ്ടില്ലേ, അതുപോലെ തന്നെ നല്ല അത്യാവശ്യം അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു കഫേയാണ് L7H. ഇതെന്താ സംഭവം റൈറ്റ് സൈഡില്ല? ഇത് നമ്മുടെ സ്റ്റേഡിയം, നമ്മുടെ ഇതാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടുള്ള സ്റ്റേഡിയം ആണ്. ഓ, അത് നൈസായിട്ടുണ്ട് കാണാനായിട്ട്, അടിപൊളിയാണ്, കാണാൻ നല്ല രസമുണ്ട്. പൂളൊക്കെ ഉണ്ട് അല്ലേ? സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അതിപ്പോൾ പുതിയതായിട്ട് അവർ റീസെൻ്റ്ലി വെച്ചതാണ് സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതാ ഇവിടെയാണ് നമ്മുടെ കഫേ പറഞ്ഞത്, L7H എന്ന് ഞാൻ പറഞ്ഞില്ലേ, L7H. നല്ല നമ്മുടെ അവിടുത്തെ ഓയ പോലെ തന്നെ അത്യാവശ്യം നല്ല ആംബിയൻസ്. അപ്പോൾ ഈ മെഡിക്കൽ കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ ഈ ഒരു ഭാഗത്ത് വരും. ഇത് കോമൺ ആണ്, എല്ലാ കുട്ടികൾക്കും ഇവിടെ വന്ന് ഏത് കഫേ വേണോ യൂസ് ചെയ്യാം, അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. പിന്നെ എന്നാലും ഇവിടെ ഒരു ഏരിയ വന്നപ്പോൾ അവരത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ നല്ല ക്വാളിറ്റിയാണ്, അങ്ങനെ ഒരു ലോക്കൽ ലെവലൊന്നും അല്ല, എല്ലാം നല്ല നീറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ ഫുഡൊക്കെ ഇവിടെ പിള്ളേർക്ക് കൊടുക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരാരും അങ്ങനെ കംപ്ലയിൻസ് ഒന്നും പറയില്ല ഫുഡുകൾ, കാരണം ചില കോളേജിലൊക്കെ ഫുഡ് ക്വാളിറ്റി വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതുവഴി നമുക്ക് എൻ്റർ ചെയ്യാം, ഇവിടെ ഇരുന്ന് കഴിക്കാം, മഴ ഉണ്ടെങ്കിൽ അകത്തിരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നിപ്പം ലീവ് ആയതുകൊണ്ട് സ്റ്റുഡൻസ് ഒന്നും ഇല്ല വലുതായിട്ട്. പക്ഷേ ക്യാമ്പസിനകത്ത് പിള്ളേരൊക്കെ വരുന്ന ടൈമിൽ നല്ല രസമാണ്, എല്ലാവരും അവിടെ എവിടെ ആയിട്ട് ചിറ്റ് ചാറ്റിങ് ചെയ്ത് ഇരിക്കും. അപ്പോൾ നമ്മുടെ ഈ കാണല്ലേ, ഇതാണ് നമ്മുടെ ആചാര്യയുടെ സ്കൂൾ ഓഫ് ഡിസൈൻ. അതായത് ഡിസൈൻ ഓറിയന്റഡ് കോഴ്സുകൾ, നമ്മുടെ ഗ്രാഫിക്സ് കമ്മ്യൂണിക്കേഷൻ, ആനിമേഷൻ, ഗെയിം ആർട്ട്, ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം ഈ ഒരു സ്കൂൾ ഓഫ് ഡിസൈൻ പിന്നെ ക്യാമ്പസിലാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അല്ലേ, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻ കോഴ്സസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ആചാര്യയിലുണ്ട് എല്ലാ കോഴ്സസും. നമുക്ക് ഇവിടെ ഇല്ലാത്ത ഓൾമോസ്റ്റ് കോഴ്സസ് ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. MBBS ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കോഴ്സും ഈ ക്യാമ്പസിൽ അവൈലബിൾ ആണ്. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എന്തായാലും അവ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഡിസൈൻ കോഴ്സസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അവൻ്റെ അടുത്ത് പറയാം. സജസ്റ്റ് ചെയ്തോ, എന്തായാലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഉറപ്പായിട്ടും. ഈ കാണുന്നതാണ് നമ്മുടെ ഗ്രാജുവേറ്റ് സ്റ്റഡീസ്, അതായത് ആചാര്യയുടെ ഡിഗ്രി കോഴ്സുകളൊക്കെ അല്ലേ, ഈ BBA, BCom, അതുപോലെ MBA പ്രോഗ്രാമുകൾ ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നത് ഈ ക്യാമ്പസിലാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടുത്തെ ഈ BCA, BBA പോലത്തെ ആഡ് ഓൺ പ്രോഗ്രാമുകളില്ലേ, സോ ഈ കാണിച്ചിരിക്കുന്നുണ്ട് അവരുടെ ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻസ് ആണ്. IBM ഒക്കെയോ? IBM ഉണ്ട്, ലാസ്റ്റ് ടോബർ ഉണ്ട്, മെറ്റ്നി ഉണ്ട്, സീമെൻസ്, മൈക്രോസോഫ്റ്റ്, AWS, ഇങ്ങനെ ഇത്രയും കമ്പനീസിന്റെ കൊളാബറേഷൻസിലാണ് പഠിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ് ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ കണ്ടോ ഇവിടുത്തെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റായിട്ട് കൊളാബറേറ്റഡ് ആണ്. ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത് IBM ആയിട്ട് കൊളാബറേറ്റഡ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് സെപ്പറേറ്റ് ലൈബ്രറി ഉണ്ട്.
നമ്മുടെ ജനറൽ ലൈബ്രറി പോയിട്ട് സെപ്പറേറ്റ് ലൈബ്രറി ഉണ്ട്. ഈ കാണുന്ന ഫുള്ള് നമ്മുടെ ഗ്രാജുവേറ്റ് സ്റ്റഡീസിൻ്റെ ബ്ലോക്കാണ്. ഇതാണ് നമ്മുടെ ആചാര്യയുടെ എഞ്ചിനീയറിംഗിൻ്റെ ക്യാമ്പസിൻ്റെ ബ്ലോക്ക് വരുന്നത്. ഇവിടെയാണ് ഈ കംപ്ലീറ്റ് ബിൽഡിങ്ങും കംപ്ലീറ്റ് ക്യാമ്പസ് എഞ്ചിനീയറിംഗ് ആണ്. അതായത് നമ്മുടെ VTU വിശ്വേശ്വരയ്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഓക്കെ. ബാംഗ്ലൂരത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് എഞ്ചിനീയറിംഗ് ഉള്ളത്. സോ അതാണ് ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗിന് ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. പിന്നെ കുറച്ച് മെക്കാനിക്കൽ കോഴ്സിൻ്റെ കുറച്ച് ലാബുകൾ മാത്രമാണ് നമ്മൾ വന്നില്ലേ ആ വഴികളിൽ കുറച്ച് ബ്ലോക്കുകളിലോട്ട് ഉണ്ട്. ബാക്കിയെല്ലാം ഈ ക്യാമ്പസിലാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ അശ്വിനെ, നമ്മൾ ഈ 120 ഏക്കറിൽ കണ്ടതാണ് നമ്മുടെ ആചാര്യയുടെ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമ്പസിനകത്ത് പല സ്റ്റേറ്റിലെ കുട്ടികളുണ്ട്, പല രാജ്യങ്ങളിലെ കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്രോത്തും ഉണ്ടാവും. ഇപ്പോൾ ഒരു ധാരണയല്ലേ അശ്വിന്? ഉറപ്പായിട്ടും. എന്താണ് അശ്വിൻ്റെ ഒപ്പീനിയൻ? എങ്ങനെയുണ്ട് ക്യാമ്പസ്? ലൈക്ക് എനിക്ക് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നതും ഇങ്ങനത്തെ ഒരു കിടിലൻ ക്യാമ്പസിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫൈൻ. അപ്പോൾ നിങ്ങളും ആചാര്യ ക്യാമ്പസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോഴ്സ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്സ് കോഴ്സുകൾ തന്നെ ആയിക്കോട്ടെ. ദിസ് ഈസ് ക്യാമ്പസ് മാൻ സൈനിങ് ഓഫ്.